കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും വില്ലൻ കഥാപാത്രം മലയാളികളെന്ന് സ്വീകരിക്കുവാനും തനിക്ക് കൊടുത്ത കഥാപാത്രത്തെ ജീവനുള്ളിൽ സ്നേഹിച്ച് കഥാപാത്രമായി അവതരിപ്പിക്കുന്ന നമ്മുടെ കോഴിക്കോടിന്റെ മലയാളികളുടെ എല്ലാം സ്വന്തം വിനോദേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. വിനോദേട്ടാ, നമസ്കാരം. എന്താണാവോ മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയിൽ? ഞാൻ ഉൾപ്പെടെ പഴയ വില്ലൻ വേഷം കണ്ട് പേടിച്ചിട്ടുണ്ട്. പൊതുവെ വില്ലന്മാരൊക്കെ എങ്ങനെയാണോ വിനോദേട്ടാ? അയാളുടെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് അയാളെ ചിലപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഒരാൾ വില്ലൻ ആവണ് അല്ലെങ്കിൽ വില്ലൻ ആവാൻ വേണ്ടി ജനിച്ചു എന്ന് പറയാൻ പറ്റും. ഗോഡ് ഫാദർ, അതിൽ ആ കടപ്പുറത്ത് വരുന്ന സീനില് തെലുങ്കൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ. മുതലാളി, ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീമാരണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ. നിന്നെ നാട്ടാൻ ഇത് മതി. ലൊക്കേഷനിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു 3-4 പടം ചെയ്തിട്ടുള്ളൂ. ആ സമയത്താണ് തിലകഞ്ചേട്ടൻ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എഴുന്നേറ്റു തോളത്തിൻ്റെ അടുത്ത് വന്നതിൻ്റെ തോളത്ത് കയറി ബഹുമാനം മനസ്സിലുണ്ടായാൽ മതി, ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു വേണം. ലാല് നമ്മുടെ അമ്മ അസോസിയേഷൻ്റെ ഇതിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു തവണ ചെന്നപ്പോൾ എറണാകുളത്ത് വെച്ച് എന്നോട് ചോദിച്ചു, ഇയാളെ ഇപ്പോൾ തീരെ കാണുന്നില്ല എന്നൊരു ചോദ്യം. അതെൻ്റെ മനസ്സിൽ ഹോണ്ട് ചെയ്തൊരു സാധനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഒരുപാട് ആളുകൾ വരുന്നു. സ്ത്രീകളുമായിട്ടുള്ള കാര്യങ്ങൾ സിനിമകളിൽ മാത്രമല്ല സംഭവിക്കുന്നത്. എന്നിട്ടും ഈ നടന്മാരെ മാത്രം കുറ്റപ്പെടുത്താനുള്ള കാരണം എന്തുവാ? നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് ചിലപ്പോൾ തൊട്ടടുത്ത ഏതോ ഒരു മുറിയിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടാവും. പ്രണയവിവാഹമായിരുന്നോ? പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ എൻ്റെ വൈഫിനെ മാക്സിമം ഹർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആരൊക്കെയുണ്ട് വീട്ടില്? എൻ്റെ വീട്ടിൽ നിന്ന് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലോഡിന് ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും വില്ലൻ കഥാപാത്രം എന്ന കഥാപാത്രത്തെ മലയാളികളെന്ന് സ്വീകരിക്കുവാനും ഏറ്റവും കൂടുതൽ ഈ വില്ലൻ കഥാപാത്രം ഒരുപക്ഷെ പേടി വരെ തോന്നിപ്പോയ പല സിനിമകളിലും തനിക്ക് കൊടുത്ത കഥാപാത്രത്തെ ജീവനുള്ളിൽ സ്നേഹിച്ച് കഥാപാത്രമായി അവതരിപ്പിക്കുന്ന നമ്മുടെ കോഴിക്കോടിന്റെ മലയാളികളുടെ എല്ലാം സ്വന്തം വിനോദേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. വിനോദേട്ടാ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം നേരിട്ട് കാണാൻ പറ്റിയതിൽ. തീർച്ചയായിട്ടും. ഞാൻ ഉൾപ്പെടെ പഴയ വില്ലൻ വേഷം കണ്ട് പേടിച്ചിട്ടുണ്ട്. ആണോ? പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതുപോലെ പാവം ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ വില്ലന്മാരൊക്കെ എങ്ങനെയാണോ വിനോദേട്ടാ? എനിക്കറിയില്ല, എൻ്റെ അനുഭവത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആരും വലിയ ക്രൂരന്മാരാണെന്ന് തോന്നിയിട്ടില്ല. കാരണം ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. അല്ലാതെ ഒരാൾ വില്ലൻ ആവണ് അല്ലെങ്കിൽ വില്ലൻ ആവാൻ വേണ്ടി ജനിച്ചു എന്ന് പറയാൻ പറ്റുമോ? വില്ലനായിട്ടൊരു മനുഷ്യന് ജനിക്കില്ല, അത് ഉറപ്പല്ലേ. അതാണ്. അപ്പോൾ അയാളുടെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് അയാളെ ചിലപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടാവും, ആയിരിക്കാം. വിനോദേട്ട, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വന്നു. ലൈറ്റിങ് വന്നു, ക്യാമറയ്ക്കുള്ള മാറ്റങ്ങൾ വന്നു, അഭിനയത്തിലുള്ള മാറ്റങ്ങൾ വന്നു. ശരിക്കും പണ്ടുള്ള നടന്മാരെ എല്ലാം എടുത്ത് നോക്കുമ്പം നാടകരംഗങ്ങൾ കൂടാണ് സിനിമയിലോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ വിനോദേട്ടന് ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നാടകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ നാടകത്തിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത്. സിനിമയിലെത്തിയതും ഏതാണ്ട് ആ ഒരു ട്രാക്കിലൂടെ തന്നെ കയറിയിട്ടാണ്. അപ്പോൾ നാടകം എത്രമാത്രം ഗുണം ചെയ്തു സിനിമയായിട്ടുള്ള ഒരു യാത്രയിൽ? നാടകത്തിൻ്റെതും സിനിമയുടെ ഇതും രണ്ടും രണ്ടാണ്. വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. കാരണം നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലിട്ട് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവന്നതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. സിനിമ എന്നല്ല, ഒരു ക്യാപ്സ്യൂൾ സാധനമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിനെ എടുത്തു കഴിഞ്ഞിട്ട് ചെയ്തു വെക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണെന്നോ ആളുകളുടെ ഒപ്പീനിയൻ എന്താണെന്നോ അവർ കൂവാണോ ചിരിക്കുകയാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. നാടകത്തിൻ്റെ അതല്ല, നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, തിയേറ്ററിൽ കയറുന്ന ടിക്കറ്റിൻ്റെ എണ്ണമാണ് ഒരു സിനിമയുടെ വിജയമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്. കാണുന്ന ആ കാഴ്ചക്കാരൻ ടിക്കറ്റ് എടുത്തെങ്കിലല്ലേ ഈ സംഗതി വിജയിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ വിജയിക്കുന്നത്. സിനിമയിൽ കൂടുതൽ ആളുകൾ കാണുമ്പോൾ അത് വിജയിക്കുമെന്നും പറയുന്നു. നാടകത്തിന് അങ്ങനെയല്ല. നാടകത്തിൻ്റെ ഒരു മാസം മുമ്പിലിരിക്കുമ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ടാവും. പല സ്വഭാവക്കാർ കാണും. അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്നവർ സിനിമയെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അഭിനയം കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ മറ്റൊരാളുടെ അഭിപ്രായം കേട്ടിട്ടും വിലയിരുത്തുന്നു. നാടകത്തിന് ശരിക്കുള്ള അഭിനയം കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഏട് ഇങ്ങോട്ട് എടുത്തതാണെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ നാടകം എന്താണ്? സ്പോട്ടിലുള്ള മറുപടി അപ്പം തന്നെ കിട്ടും. വിസിലടി വരും, കൂവൽ വരും, കയ്യടി വരും, എല്ലാം വരും. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ പേടി വല്ലതും ഉണ്ടായിരുന്നു? എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ സാധാരണ
ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. അതിനപ്പുറത്ത് എന്താ ഉള്ളത്? അപ്പുറം ഒരു ക്യാമറ ഉണ്ട്, ക്യാമറയുടെ പണിയെടുക്കുന്നു, അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അതേ ചെയ്യുന്നു. ഞാൻ എൻ്റെ പണിയെടുക്കും. നിങ്ങൾ എൻ്റെ എന്നോട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയല്ലേ, ഞാനത് ചെയ്യുന്നു. അന്ന് അന്നും ഇന്നും അങ്ങനെ തന്നെയുള്ളൂ. അല്ലാതെ ഇതൊരു അൺഅവോയ്ഡബിൾ സിറ്റുവേഷനോ ആണെന്നോ അല്ലെങ്കിൽ ഇത് മസ്റ്റാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് പറയാം, അതെൻ്റെ കാഴ്ചപ്പാടിൻ്റെ വിലയിരുത്തലാണ് എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ എന്ത് പറയും? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയും, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ വിനോദേട്ടനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തപ്പോഴും കോഴിക്കോട്ടുകാരുടെ സ്വന്തം മുത്ത് വില്ലൻ കഥാപാത്രമായിട്ട് കോഴിക്കോടുകാർക്ക് കഥാപാത്രം അല്ലാതെ കാണാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾ പറയും ഇത്രയും പാവത്താനെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. വീട്ടിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞു കോഴിക്കോട്ട് വേണ്ട വേണ്ട വേണ്ട, ഞാൻ ചോദിച്ചതാ. വിനോദേട്ടനിൽ വന്നൊരു കമന്റ് ഞാൻ വായിക്കാവേ. ഞങ്ങൾ കോഴിക്കോടുകാരുടെ പാവം ക്രൂരനാണ് വിനോദ്. ക്രൂരൻ കഥാപാത്രമായി മാത്രം അഭിനയിക്കുന്ന യഥാർത്ഥത്തിൽ തികച്ചും പാവമായ വിനോദേട്ടൻ. ഇതിന് താഴെ ഒരു കമന്റ് ഉണ്ട്. എന്താണോ? വിനോദ് കോഴിക്കോട് എന്ന് പേരിട്ടൊരു വ്യക്തിയുണ്ടെന്ന്. അതാരാണ്? മൺമറഞ്ഞ അഗസ്ത്യനാണ് ആ പേരിട്ടത്. വിനോദിന് തിരിച്ചുവരവ് ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ സന്തോഷം. തീർച്ചയായിട്ടും ശരിയാണ്. ആ അഗസ്ത്യൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി ഒന്ന് പറയുമോ? അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. ഞാൻ ഈ സിനിമാ ഫീൽഡിൽ വന്നിട്ട് പരിചയപ്പെട്ടതാണ്. ആരൂരുടെ കോഴിക്കോട് നമ്മുടെ പൊറ്റമൽ ആയിരുന്നു അഗസ്റ്റിൻ താമസിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത്. അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ മഹാറാണി എത്തുമ്പോൾ ഞങ്ങളുടെ ഒരു സല്ലാപ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു കൂട്ടിക്കാഴ്ച ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എവറി ഡേ. ആ കാലഘട്ടങ്ങളിൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു 4:30-5 മണി കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നു വരും. അപ്പം ഞാനും അഗസ്റ്റിനും ഇങ്ങനെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ എത്തുമ്പോൾ ഒരു 6:30 ആ സമയക്കാവും വരണേ. അത് രാത്രി 11, 12, 1 മണി വരെയൊക്കെ പോകും. അങ്ങനെയുള്ളൊരു ആ സുഹൃത്ത് ബന്ധം, ആ കൂട്ടായ്മയും എല്ലാം കൂടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. എന്നെ ഞാനാക്കിയതിൻ്റെ വലിയൊരു പങ്ക് അഗസ്റ്റിനും ഉണ്ടല്ലേ? അത് ഇല്ല എന്ന് എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകണം, അന്ന് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നമാണെങ്കിലും അപ്പം പറയും നീ വിട്ടോ ധൈര്യമായിട്ട്, ബാക്കി അവിടെ എത്തുമ്പോൾ ശരിയായിക്കോളുന്നു. ഞാനുണ്ടാ കൂടെ. ആ ഒരു ലെവലിൽ ഞങ്ങളങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യം എറണാകുളത്തേക്കും. അവിടെ അന്ന് എറണാകുളത്ത് പോയാൽ കൽപ്പക ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ATCയുടെ. അപ്പോൾ അവിടെയാണ് മിക്കവാറും സിനിമാക്കാരൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മളവിടെ എത്തിയാൽ ഓൾറെഡി അപ്പം ഈ ഞാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കിയുള്ള ഇൻഫർമേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഓക്കെ. അങ്ങനെയൊക്കെയാണ്. കോഴിക്കോട് നിന്നിട്ട് ലോകമെമ്പാടും മലയാളികളുടെ മനസ്സിൽ വിനോദ് കോഴിക്കോട് എന്ന് പറയുന്ന പേരും കഥാപാത്രവും പതിയുമ്പോൾ ഉണ്ടായ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? അത് അങ്ങനെ പറയുകയാണെങ്കിൽ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന അരി വെച്ച കാലമില്ലേ, തിളച്ച് മറയും. എത്ര തിളച്ചാലും അതിൻ്റെ ആ കൊള്ളുന്ന കലത്തിനകത്തുള്ള സാധനത്തിനല്ലേ മറയാൻ പറ്റൂ? അതിൽ കൂടുതൽ തിളയ്ക്കാൻ പറ്റുമോ? ഇല്ല. അത്രയേ ഉള്ളൂ. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഓരോ വലിയ വലിയ നടന്മാരോട് അഭിനയിക്കുമ്പോഴും ഒരുപക്ഷെ കുറച്ചൊക്കെ ജാട എടുത്തൂടെ? എന്താ ആവശ്യം? ഞാനാണ്, അവരവരാണ്. ഇത് രണ്ടുപേരും കൂടെ കൂടി കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മാതിരി രണ്ടൊന്നും കൂടി മണി വലിയ ഒന്നാവും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് നിൽക്കുന്ന ഒരു സാധനം നന്നാവുകയാണെങ്കിൽ നല്ലതല്ലേ? അതെ, അത്രയേ ഉള്ളൂ. കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ സിനിമകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്തു മാറ്റമാണോ? ആളുകളുടെ ഇടപെടുന്ന രീതിയാണെങ്കിലും സിനിമ അഭിനയ രംഗങ്ങളാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിനോദേട്ടൻ പോലുള്ള ആളുകളെ ഞാൻ നോക്കിക്കാണുന്നതും വിനോദേട്ടൻ പോലുള്ള ആളുകളുമായിട്ട് അടുത്ത് പഴകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തിലകൻ ചേട്ടൻ ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നു. അന്ന് തിലകൻ ചേട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും പല പ്രേക്ഷകരും കല്ലെറിഞ്ഞിരുന്നു. അഹങ്കാരി, ധിക്കാരി, ഒറ്റബുദ്ധിക്കാരൻ. പക്ഷെ ഇന്ന് ആ കല്ലെറിഞ്ഞ ആളുകൾ അതുപോലെ തന്നെ പറയുന്നു അന്ന് പറഞ്ഞത് സത്യം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു ജനറേഷനിൽ മുഖത്ത് നോക്കി തന്നെ പറയുമായിരുന്നോ കാര്യം? തീർച്ചയായിട്ടും.
അതുകൊണ്ട് ശത്രുതയില്ലായിരുന്നു, കൂടുതലായിരുന്നു? ഞാനിപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരം നിങ്ങളെ ഹർട്ട് ചെയ്യുന്നതാണ് എന്ന് എനിക്കറിയാമെങ്കിലും ഞാനത് മാറ്റിവെച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ സാധനം ശരിയാണ് എന്ന് സമർത്ഥിച്ച് തന്നാൽ നിങ്ങൾ തൽക്കാലം വിജയിച്ചു എന്നുള്ള രീതിയിൽ രക്ഷപ്പെടും. പക്ഷെ എൻ്റെ മനസ്സിലെ ശത്രുത വളരെ ഉള്ളൂ, അല്ലേ? കാരണം ഈ സാധനത്തിന് എവിടെയെങ്കിലും കിട്ടിയൊന്ന് അടിക്കണം, അതിന് പകരം പറയാനുള്ളത് നീ ചെയ്തത് ശരിയായിട്ടില്ല, അത് ശരിയല്ല, ഒറ്റയടിക്കാൻ പറഞ്ഞാൽ എന്നുള്ള മനസ്സിലുള്ള കാലൂഷ്യം തീർന്ന് നിങ്ങളുടെ അപ്പോഴുള്ള പണക്കേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു. അപ്പം പറയേണ്ടത് മുഖത്ത് നോക്കി തീർച്ചയായിട്ടും എൻ്റെ പോളിസി അത് തന്നെയാണ്. ആരോടായാലും എപ്പോൾ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഉള്ളത് കാര്യം ഞാൻ തുറന്നു പറയും. എനിക്കിത് എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഉള്ളത് സാധനം ഇതാണ്, ഞാൻ അതിനെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. അല്ലാതെ വേറെ എന്ത് പറയും? വേറെ ആളടുത്തുനിന്ന് ഒരു അഭിപ്രായം ചോദിച്ചിട്ട് എനിക്ക് വന്ന് പറയാൻ പറ്റുമോ അത് എൻ്റെ അഭിപ്രായമാണെന്ന്? അപ്പം ഞാൻ എന്ന വ്യക്തിക്ക് പിന്നെ അവിടെ എന്താ പ്രാധാന്യമുള്ളത്? നിങ്ങൾ അല്ലെങ്കിൽ ഒരാൾ വിനോദ് എന്നൊരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ വിനോദ് എന്ന വ്യക്തിയുടെ അഭിപ്രായമോ അയാളുടെ കാഴ്ചപ്പാടോ ആണ് ചോദിക്കുന്നത്, വേറൊരു വ്യക്തിയുടെ അല്ല. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായവും കാഴ്ചപ്പാടും അല്ലേ പറയേണ്ടത്? അത്രയേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ജനറേഷൻ എടുത്ത് നോക്കുമ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് പലപ്പോഴും നിലപാടുകൾ ഇല്ലാതായി പോകുന്നുണ്ട്. അതിന്റെ കാരണം എന്തോ വിനോദമായിട്ട് മനസ്സിലായി? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ ഫ്രം ദ ബോട്ടം, ജനിച്ച് വീണത് മുതൽ വളർന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് വരെയുള്ള അതിൻ്റെ ഇടയിൽ ഒരുപാട് ഹഡിൽസ് ഉണ്ടായിരിക്കണം. ഹഡിൽസ് ഇല്ലാതെ ഒരുത്തൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ലെവലിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ വേവിനനുസരിച്ചുള്ള ചെറിയ വേരിയേഷനെ ഫീൽ ചെയ്യുള്ളൂ. ഡെപ്ത് എന്താ പറയുക, ഹൈക്ക് എന്താണെന്ന് അറിയില്ല. ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പഠിച്ച പാഠപുസ്തകത്തെക്കാൾ നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങളുണ്ട്. സർട്ടൻലി. അത് ചെറിയ അനുഭവങ്ങളും അല്ല, പക്ക ബ്രൂട്ടൽ. അതാണ് അതിൻ്റെ അകത്ത്, അതിൻ്റെ ആഴങ്ങളിൽ നിന്നും അതിൻ്റെ ഉയരങ്ങളിൽ നിന്നും നമ്മൾ പലതും കണ്ടും കേട്ടും അനുഭവിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടുണ്ടാവുന്നൊരു കോൺഫിഡൻസ് അത് ചെറുതൊന്നും അല്ലല്ലേ? തീർച്ചയായിട്ടും. എവിടെ നിന്നാലും ആരാടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് പറയും. അതിന് ആയുധമൊന്നും വേണ്ട, ഈ ഒറ്റ സാധനം മതി, നാക്കുകൊണ്ടേ ഞാൻ പിടിച്ചു നിൽക്കും. തീർച്ചയായിട്ടും. വിനോദേട്ടൻ ഇന്നും സിനിമയെ സജീവമാണ് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ തന്നെ കാരണം വലയക്കോട്ട് വാലിബൻ അല്ലേ? അതെ, ആ ഒരു കഥാപാത്രം തന്നെ. കാരണം ഒരുപക്ഷെ വിനോദേട്ടന്റെ സ്ഥാനത്ത് വേറെയും കഥാപാത്രങ്ങൾ അവിടെ എടുക്കാം, എന്നിട്ടും വിനോദേട്ടനെ തേടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ആ കഥാപാത്രത്തിനെ പറ്റി അതിൻ്റെ ഒരു വോയിസ് ഓവർ കമൻട്രി അതിനകത്ത് ഡയലോഗ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സാധനം കേട്ടിട്ട് ആദ്യമായിട്ട് എൻ്റെ കമ്പനിയുടെ ആ പ്രൊഡക്ഷൻ കൺട്രോളറെ ഗൾഫിൽ നിന്നാണ് ആദ്യം വിളിച്ചത്. അത് വിനോദേട്ടൻ്റെ ശബ്ദമല്ലേ എന്നാണ് ചോദിച്ചത്. ശബ്ദം വരെ ആളുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ എന്ന വ്യക്തിനെ അവർ തിരിച്ചറിഞ്ഞത്, അതെ, ആ ശബ്ദം. അപ്പോൾ അത് തന്നെയാണല്ലോ എൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി. ജനങ്ങൾ ആ അതിലേക്കാണ് എനിക്ക് എത്തിപ്പെടാൻ പറ്റും, ഞാൻ അവിടെ നിൽക്കണ്ടേ. അതെ, ഒരു ഫേസ് വാല്യൂ കിട്ടാൻ അത്ര എളുപ്പമല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ? എൻ്റെ ഫേസ് അത്രയും വാല്യബിൾ ഫേസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞോട്ടെ, വിനോദേട്ടൻ്റെ ഫേസിൽ പല ഫിഗർ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫിഗർ, കഥാപാത്രമാകുമ്പോൾ വേറെ ഒരു രൂപം, എൻ്റെ എവിടെ കൊണ്ട് നിർത്തിയാലും ഇങ്ങനെ തന്നെ. അത് നമുക്ക് തോന്നുന്നതല്ലേ? നിങ്ങളെപ്പോഴെങ്കിലും കണ്ണാടി നോക്കിയിട്ട് നിങ്ങളല്ലാതാവാൻ ശ്രമിച്ചു നോക്കിയുണ്ടോ? ഇല്ല. നോക്ക്, അപ്പോഴറിയാം നിങ്ങൾക്ക് ആവാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഈ മുഖം മിനുക്കി മുടി ചീയി റെഡിയാക്കി മാത്രം പോന്നാൽ പോരാ. നമ്മുടെ കണ്ണങ്ങോട്ട് പോകുന്നുണ്ട്, ചെവി അങ്ങോട്ട് നീങ്ങുന്നുണ്ട്, ചെവിക്ക് ചലനം വരുന്നുണ്ടോ, ചുണ്ടുകൾക്ക് കോട്ടം വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മളെ ഫേസ് എന്നുള്ള സാധനം ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കാൻ പോകുന്ന അതല്ലേ? ഞാൻ നോക്കത്തൊന്നുമില്ല, ഞാൻ മുടി ചീകും, മുഖം നോക്കും, ഇറങ്ങും. ജനങ്ങൾ കാണുന്നത് നമ്മളെ ഈ ഔട്ട്ലുക്ക് അല്ലേ? ആ ഔട്ട്ലുക്ക് കറക്റ്റ് ആണോ എന്ന് തോന്നണ്ടേ? ഇന്നലത്തെ പോലെ ആയിരുന്നോ ഇന്നത്തെ പോലെ തന്നെ നാളെ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കൂലേ? ആ ആഗ്രഹത്തിന്റെ ചെറിയൊരു സാധനമല്ലേ നമ്മളെ ഫേസിൽ ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ. വിനോദയുടെ കഥാപാത്രങ്ങൾക്ക് നിറത്തിൽ കാര്യമുണ്ടോ, അതോ അഭിനയത്തിലാണോ കാര്യം? തീർച്ചയായിട്ടും. ആ രണ്ടാമത്തെ പറഞ്ഞ അതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. നിറം അത് പ്രകൃതിയിലെ പല ഭാഗങ്ങളിലായിട്ട് പല രീതിയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അഭിനയം അല്ലെങ്കിൽ ആ രീതി എന്താണ്,
ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന റിയാക്ഷൻ, അതാണ് അഭിനയം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വെറുതെ ഇരിക്കുന്ന ഒരാളോട് വന്നിട്ട് എന്താണെന്ന് ഒരുത്തൻ ചോദിച്ചാൽ അവൻ യാതൊരു റിയാക്ഷനും ഇല്ലയെന്ന് എൻ്റെ അർത്ഥം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അവൻ ബദ്ധവിരോധിയാണ്. അവനെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഈ മിണ്ടാപ്പൂച്ച കല ഉടക്കുമെന്ന് പറഞ്ഞ സത്യവ ആയിരിക്കാം, എനിക്കങ്ങനെ അനുഭവം ഇല്ല, എന്നാലും സാധ്യതയുണ്ട്. അതിന് അത്രയേ ഉള്ളൂ. വിനോദേട്ടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഞാൻ പറഞ്ഞോട്ടെ, ഗോഡ് ഫാദർ. അതിൽ ആ കടപ്പുറത്ത് വരുന്ന സീനില് തെലുങ്കൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ, അതിൽ തെലുങ്കൻ ചേട്ടനോട് പറയുന്ന ഡയലോഗ് ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാം ഇവിടെ, അല്ലെ പ്രേക്ഷകർക്ക് വേണ്ടി. എന്താ പറയുന്നത്, കടപ്പുറത്തുള്ള ആട് മീൻ പാറുന്ന കൈയാണ്, ഇതുകൊണ്ട് നാറും എന്ന് പറയും. തെലുങ്കൻ ചേട്ടൻ പറയും ഇത് ഞാൻ ചന്തി കഴുകുന്ന കൈ. തീർച്ചയായിട്ടും ആണ്. അയാൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അതെ, ഞാൻ മീൻ വാരുന്നു, തെലുങ്കൻ ചേട്ടൻ ചന്തി കഴുകുന്ന കൈയാന്ന് പറയുന്നു. ആയിക്കോട്ടെ, എനിക്ക് അവിടെ അത്രേ ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്ത കാര്യമാണ്. കാരണം ഇതിന് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ശ്രദ്ധിക്കുക പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാക്കുമോ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഞാനിത് ചമ്മന്തി ഇടുന്ന കൈയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരല്ല. കാരണം നമ്മൾ ഏതൊരു മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യം 99% നമ്മൾ ഈ ചന്തി കഴുകാൻ ഉപയോഗിക്കുന്ന ലെഫ്റ്റ് ഹാൻഡാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പം അതിനെ അയാൾ പറഞ്ഞു ഞാനിത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കൈയാണ്. ഞാൻ പറഞ്ഞു ഞാനിത് മീൻ വാരുന്ന കൈയാണ്, ഞാൻ 2 കൈയും കൂടെ കൂട്ടിയിട്ടാണല്ലോ മീൻ വാരുന്നത്. അപ്പം മീൻ നാറും എന്ന് പറഞ്ഞത് കറക്റ്റ്. അപ്പം പറഞ്ഞു പുള്ളി ഒരു കൈയെ പൊക്കിയിട്ടുള്ളൂ. പുള്ളി പറഞ്ഞു ഞാനിത് ചന്തി കഴുകുന്ന കൈയാണ്. അത് തിലകൻ ചേട്ടൻ ഓൺ സ്പോട്ടിൽ പറഞ്ഞതാണോ? സ്പോട്ടിൽ പറഞ്ഞിട്ട് തെറ്റൂല എന്നുള്ളത് എനിക്കറിയാം. കാരണം കോഴിക്കോട്ടുകാരനായ ഞാനാണ് കടപ്പുറത്ത് നിൽക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചെങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയാൻ അങ്ങോട്ട് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കൊട്ടു കേട്ടാലും തന്നെ റിയാക്ട് ചെയ്യാൻ വരില്ല അവിടെ. കാരണം എല്ലാവരും ചെയ്യുന്ന പണിയാണത്. അന്ന് ആ ഡയലോഗ് തിലകൻ ചേട്ടൻ പറയുമ്പോഴും വിനോദേട്ടൻ പറയുമ്പോഴും നിങ്ങൾ ചിന്തിച്ചിരുന്നു എത്ര തലമുറ മാറിയാലും ഈ ഡയലോഗിന്റെ പഞ്ച് വാനോളം നിൽക്കുമെന്ന്? ഒരിക്കലും ചിന്തിച്ചില്ല. കാരണം ആ സിറ്റുവേഷൻ റിലേറ്റഡ് ഡയലോഗാണത്. അതാണ് അത്രയും ജെനുവിനായിട്ട് ഇത്രയും നിൽക്കുന്നത്. അതെ അല്ലേ? അല്ലായിരുന്നെങ്കിലോ ഇപ്പം ചന്തിയുടെ സ്ഥാനത്ത് സമ്മതി എന്ന് പറഞ്ഞ ഇത് ആരും കാണത്തില്ല. ഇല്ല, ഞാനത് ചന്തി കഴുകുന്ന കൈയാണെന്ന് പറയുമ്പോൾ ലൈഫ് റിലേറ്റഡാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള എസെൻഷ്യൽ പാർട്ടാണ് ആ സാധനം. ഒരു സാധാരണക്കാരൻ വ്യക്തിയോട് തീർച്ചയായിട്ടും കണക്ട് ആവും. അല്ലേ? സാധാരണക്കാരൻ്റെ മനസ്സിലല്ലേ അത് ഉള്ളത്. തിലകൻ ചേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസിൽ പങ്കുവെക്കാൻ പറ്റുന്ന കഥകൾ എന്തൊക്കെയുണ്ട്? എനിക്ക് തിലകൻ ചേട്ടനായിട്ട് അത്രയും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ അങ്ങേര് പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് എനിക്ക് തന്നൊരു അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല, പുള്ളിയുടെ ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം, ബഹുമാനം മനസ്സിലുണ്ടായാൽ മതി, എഴുന്നേറ്റോ മറ്റുള്ള രീതിയിൽ ഈ പ്രകടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. പ്രകസനം വേണ്ട. അതെന്താ പറഞ്ഞാൽ ഞാൻ കൊല്ലത്തൊരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ലൊക്കേഷനിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു 3-4 പടം ചെയ്തിട്ടുള്ളൂ. ആ സമയത്താണ് തിലകൻ ചേട്ടൻ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നത്. അപ്പം ഞാൻ ഈ സിറ്റ് ഔട്ടിൻ്റെ അവിടെയുള്ള അരമതിലിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ തോളത്തിൻ്റെ അടുത്ത് വന്നതിൻ്റെ തോളത്ത് കഴിഞ്ഞിട്ട് ബഹുമാനം മനസ്സിലുണ്ടായാൽ മതി, ഇങ്ങനെ പ്രകടിപ്പിക്കൊന്നും വേണ്ട. ആ ഒരു എനിക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വൈസാണ്. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം അതും അനുഭവത്തിൻ്റെ തീച്ചുളയിൽ കടന്നു വന്നൊരു വ്യക്തിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഓരോ വാക്കുകളും ആളുകൾ എടുക്കുന്നത് വാല്യൂ. ആ വാല്യൂ ഉണ്ടല്ലോ അതിന്. അതുകൊണ്ടല്ലേ നമ്മളെ മനസ്സിൽ നിന്ന് പോകാതെ ഇന്നും നിൽക്കുന്നത്. വില്ലൻ വേഷമാണ് എനിക്ക് വന്നത്, ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന വേഷം എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു വേഷമുണ്ടോ വിനോദേട്ടാ? അങ്ങനെ ഒരു വേഷം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചെയ്യുന്നത് തൃപ്തിയെ സന്തോഷമായിട്ട് ചെയ്യും. തീർച്ചയായിട്ടും അത് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം എന്താണോ അത് മാക്സിമം നന്നാക്കി ചെയ്യാൻ നോക്കുക. എനിക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ ആഗ്രഹമുണ്ട്. എന്നാലും നമ്മൾ സ്ഥിരം വില്ലൻ വേഷം ചെയ്യുമ്പം ഒരു മടുപ്പ് തോന്നത്തില്ല? അതായത് എൻ്റെ മനസ്സിൽ ഈ ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നൽ വന്നിട്ടുണ്ടോ? ഉണ്ട്, ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ അത് എന്നെ ഉപയോഗിക്കുന്ന എല്ലാ പ്രോസസ്സിങ് മെറ്റീരിയലായിട്ട് കൊണ്ടുവന്ന ആൾക്കാർക്ക് തോന്നണ്ടേ ഇത് ഇന്ന രീതിയിലുള്ള സാധനമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമില്ല, നോക്കാം എന്നുള്ള ചിന്ത വേണ്ടേ? നമ്മളൊരു മെറ്റീരിയൽ മാത്രമല്ലേ ഉള്ളൂ അവിടെ, അവരല്ലേ അത് ചെയ്യുന്നത്. ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ കഥാപാത്രമാക്കുന്നത്
ഒരു സംവിധായകൻ്റെ എത്ര കഴിവുണ്ട്, അല്ലെ സംവിധായകൻ്റെ ഒരു ബലം എത്രമാത്രമുണ്ട്? ബലം എന്ന് പറഞ്ഞാൽ ഈ സാധനം അവരുടെ മനസ്സിൽ സ്വരുക്കൂട്ടി എടുത്തിട്ട് മോൾഡ് ചെയ്തെടുക്കുന്ന സമയത്തെ ആ ഫ്ലോവിനകത്തുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് വരണമെങ്കിൽ ഏത് സീക്വൻസിലൂടെയൊക്കെ ഇത് പോകണം എന്നുള്ളൊരു ഗൈഡ് ലൈൻ അവർക്ക് കിട്ടുമല്ലോ. ആ ഗൈഡ് ലൈനിലൂടെയാണല്ലോ ഈ തിരക്കഥ എന്നൊരു സാധനം ഉണ്ടായി വരുന്നത്. അതെ അല്ലേ? അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണല്ലോ. അതോ സമയത്ത് ഈ വില്ലനിസം കയറി വരികയും ചെയ്യും, ഹീറോയിസം താണു പോകാനും പാടില്ല. അതാണല്ലോ, ഹീറോയ്ക്ക് നിൽക്കണം, ഹീറോ പൊങ്ങണം, ഹീറോ ഷൈൻ ചെയ്ത് പോകണം, വില്ലൻ അതിനനുസരിച്ച് ഇവിടുന്ന് പൊങ്ങി കൊടുക്കണം. ശരിക്കും ഒരു കണ്ണിന്റെ ചലനത്തിന് പോലും അഭിനയമുണ്ടല്ലേ? തീർച്ചയായിട്ടും സിഗ്നലാണത്. കണ്ണിന് ഐ ഷെയ്ഡിങ് അല്ലെങ്കിൽ ഐ ചേഞ്ചിങ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കും? ഞാനും അങ്ങോട്ട് നോക്കും. ഇങ്ങോട്ടല്ല നോക്കുക, ഞാൻ ഇങ്ങോട്ടാണ് നോക്കിയത്. അതാണ് നോക്കുന്നത്. നമ്മുടെ ഐ വിഷൻ എങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ ആരോ ഒരാളെ നിങ്ങളെ ശ്രദ്ധിക്കാൻ എന്നോട് അവിടെ സിഗ്നൽ തന്നിട്ടുണ്ട്. അതാണ് ടക്ക് ഞാൻ നോക്കിയത്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലോ ടക്ക് ടക്ക് അത് കിട്ടി. അത് മെസ്സേജാണ്. അതേ സമയത്ത് ഞാൻ ഇവിടെയുള്ള നമ്മുടെ ക്യാമറാമാൻ എന്ത് കാണിക്കുന്നു അതും ഞാൻ കാണണം. അപ്പൊ 4 കണ്ണുണ്ടോ മൊത്തത്തിൽ വിനോദേട്ടന്? ഒന്ന് കണ്ണ് 2 ഉള്ളൂ നിങ്ങൾ കാണുന്ന പോലെ. പക്ഷെ കണ്ടേ പറ്റൂ എനിക്ക്. കാരണം ഞാൻ ഇവിടെ കാണണം, നിങ്ങളെ കാണണം, അവിടെ കാണണം, എൻ്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഐ ഫ്രെയിമിലൂടെ ഞാൻ ശ്രദ്ധിക്കുകയും വേണം. കാരണം നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു ഗ്ലാൻസ് മാറിപ്പോയേണ്ട ബാക്കിൽ നിന്ന് എന്തോ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയെടുത്തേ പറ്റൂ. ഇവിടെ എൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ക്യാമറമാൻ്റെ ആക്ടിവിറ്റി കാണാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങളുടെ ഐ ഫ്രെയിമിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവൂ. എന്താണ് സംഭവിച്ചതെന്നുള്ള പിന്നീടാണ് ഞാൻ തിരിച്ചെടുക്കുക. അത് കിട്ടിയ എക്സ്പീരിയൻസാ. ഇനിയും മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നടന്മാരായ മമ്മൂട്ടി, മോഹൻലാലിലേക്ക് വരുമ്പോൾ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? 2 നല്ല അനുഭവങ്ങൾ തന്നെയാണ്. കാരണം മമ്മൂക്കാൻ്റെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയൊക്കെ നമ്മൾ ലാലേട്ടൻ എന്ന് വിളിച്ചാൽ തന്നെ പുള്ളി എന്നെ ഇതാക്കും. കാരണം വെച്ചാൽ എന്നെക്കാളും ജൂനിയറാണ്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായി. ഇപ്പം തന്നെ വിനോദേട്ടൻ പറഞ്ഞല്ലോ, തിലകൻ ചേട്ടൻ എൻ്റെ ലൈഫിൽ വലിയൊരു വാക്കുകൾ കൊണ്ട് മാറ്റം വരുത്തിയെന്ന്. അതുപോലെ ഈ ലാലേട്ടനോ മമ്മൂക്കി എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ നമ്മുടെ അമ്മ അസോസിയേഷൻ്റെ ഇതിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു തവണ ചെന്നപ്പോൾ എറണാകുളത്ത് വെച്ച് എന്നോട് ചോദിച്ചു, ഇയാളെ ഇപ്പോൾ തീരെ കാണുന്നില്ല, എന്ത് പറ്റി എന്നൊരു ചോദ്യം. അതെൻ്റെ മനസ്സിൽ ഹോണ്ട് ചെയ്തൊരു സാധനം. കാരണം പക്ഷേ ഞാൻ ഇത്രയും കാലമായിട്ട് സിനിമകൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഇത്രയും വളരെ പർട്ടിക്കുലറായിട്ട് ലൈം ലൈറ്റിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ കുടുംബം നോക്കണം, എൻ്റെ ബാക്കി പശ്ചാത്തലങ്ങൾ നടക്കണം, എല്ലാം നടക്കുന്ന കൂട്ടത്തിൽ സിനിമയും പോകണം. എത്ര സിനിമയില്ലെങ്കിൽ പോലും ഞാനൊരു വർഷത്തിൽ 3 സിനിമയെങ്കിലും ചെയ്തിട്ടുണ്ട്. അതെൻ്റെ കോൺഫിഡൻസാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നും ഇങ്ങനെ പോകുന്നത്. അതെ, അന്ന് ലാലേട്ടനോട് എന്ത് മറുപടി കൊടുത്തു? ഇല്ല, ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഇതേമാതിരി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രം. കാരണം പുള്ളിയോടത്തുള്ള സിനിമകളെ ആ കാലഘട്ടങ്ങളിൽ ഞാൻ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ചോദിച്ചാണ്. ഒരു പക്ഷേ ലാലേട്ടൻ ആ ചോദ്യം തന്നെ ചോദിക്കാൻ കാരണം ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ സീനിൽ കുറവായിരിക്കാം അല്ലേ? അതെ, അതാണ്. ഇനി മമ്മൂക്കി എന്ത് പറഞ്ഞിട്ടുണ്ട്? മമ്മൂക്ക ഇത് തന്നെയാണ്. മമ്മൂക്ക എന്നോട് പറഞ്ഞിട്ട് മഹായാണത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഗുരുവായൂർ വെച്ചിട്ട് ഒരു ദിവസം രാത്രി അവിടെ ഞാൻ വൈകുന്നേരം എത്തുമ്പോൾ എന്നോട് നിനക്ക് വേണ്ടി കാത്തിരിക്കാതെ അവിടെ എല്ലാവരും എന്ന് പറയും. ഞാൻ പറഞ്ഞു സോറി പറഞ്ഞു. കാരണം എനിക്ക് മെസ്സേജ് കിട്ടുന്ന വൈകുന്നേരമുള്ളത് ഞാൻ അവിടെ നിന്ന് ചാടിപ്പിടിച്ച് കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരെത്തി വരുമ്പോഴത്തേക്ക് രാത്രി 11 മണിയാവില്ലേ, അത്രയേ ഉള്ളൂ. അത് സംഭവിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ വർക്കിന് പോകുന്നു, കാണുന്നു, ലൊക്കേഷനിലെത്തുന്നു, സാധാരണത്തമാതിരി പോകുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല. ഒരു മരച്ചുവട്, കുറേ കസാരകൾ, കല്ലിരിക്കും, ഭക്ഷണം കഴിക്കും, കുറേ തമാശ പറയും, പരദോഷണം പറയും, ആരെങ്കിലും കൊണ്ട് കളിയാക്കി പറയും. ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ആ ഒരു സീക്വൻസ് സുഖമായിട്ട് പോയിട്ടില്ല. അന്ന് ക്യാരവാനൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഡ്രസ്സൊക്കെ മാറുന്നതൊക്കെയോ? അതിന് ഏതെങ്കിലും ഒന്നുമില്ലതൊക്കെ അല്ലേ ലൊക്കേഷനകത്ത് വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിനകത്ത്. ഇനി ഒരു കടയിലാണ് ചെയ്യുന്നത്, കടേൻ്റെ ഒരു ചായ്പിൻ്റെ അവിടെ ഇതൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. ക്യാരവനൊക്കെ വന്നിട്ട് കുറച്ച് നാളല്ലേ. ഓരോ സിനിമകളും അപ്പോൾ ഓരോ ഓർമ്മകളാണ്. തീർച്ചയായിട്ടും
ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ. ഒരു ലൈഫിൽ ഒരു കണക്ഷൻ ഇല്ലാത്തൊരു സാധനം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. ഇല്ല. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ആളുകളുടെ അനുഭവത്തിനകത്ത് നിന്ന് വരുന്നതാണ്. അപ്പൊ അത്രമേൽ ആളുകളെ കണ്ടിട്ടല്ലേ? അതുകൊണ്ടാണല്ലോ മറ്റൊരുത്തിന് ആ കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. അയാൾക്ക് ഹോണ്ട് ചെയ്തുകൊണ്ടല്ലേ. അതെ. അപ്പം നമ്മൾ അതിനെ കാണുന്നത് അങ്ങനെയല്ലേ ആണല്ലോ. ഇപ്പൊ തിലകൻ ചേട്ടൻ പറഞ്ഞു, മോഹൻലാൽ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞു, ഇനി ജയറാമേട്ടൻ. ജയറാമിൻ്റെ കൂടെ നമ്മൾ ചെയ്തപ്പോഴും തന്നെ അന്ന് പിന്നെ നമ്മളെന്ന് വെച്ചാൽ അത്രയൊരു ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ അന്നൊക്കെ ഞാൻ അത്യാവശ്യം സിഗരറ്റ് വലിക്കുന്ന ആളാണ്. സിഗരറ്റ് വലിക്കും ഇതൊക്കെ ഉണ്ട്. അപ്പം ആ സീനിൽ ഇതിനകത്ത് ഞാൻ ബീഡി വലിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പം അതിലെൻ്റെ പേര് പൈലി എന്നാണ്. പൈലി. ആ പൈലി ഒരു ബീഡി എനിക്കും താടോന്ന് പറഞ്ഞു ജയറാം. കാരണം പുള്ളി നല്ല അന്ന് സ്മോക്ക് ചെയ്യുന്ന ആളായിരുന്നു ആ കാലഘട്ടത്തിലാണ്. അങ്ങനെ വന്നിട്ട് കളിച്ചിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് ഇതേമാതിരി ലൊക്കേഷൻ ഇരിക്കുന്നു, ഒരു ചായ വാങ്ങുന്നു, രണ്ടാൾ ആയിട്ട് കുടിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലൊക്കേഷനിലുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ യാതൊരു സാധനമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളത് തന്നെയാണ്. ഒരു കൂട്ടുകുടുംബം പോലായിരുന്നു. തീർച്ചയായിട്ടും പല കാര്യങ്ങളും അതും ഇതൊക്കെ ചോദിക്കും. വിനോദ സിദ്ദിഖ് ലാൽ സാറുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എങ്ങനെയായിരുന്നു? സിദ്ദിഖ് ലാൽ സാറുമായിട്ട് അതിൽപ്പെട്ടതാണല്ലോ ഗോഡ് ഫാദർ. അതെ. അതിൽ ചെയ്തു അതിനകത്ത് ഇത്. അപ്പോൾ ഈ സാധനം ഒരു ദിവസം ഞാൻ പോലും ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചത് സിദ്ദിഖിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലാണ്. ഈ സാധനത്തെ നേരത്തെ നിങ്ങൾ ചോദിച്ചല്ലോ ഈ ചന്തി കഴുകുന്ന കൈയാണെന്ന് തിലകൻ ചേട്ടൻ പറയുന്നത്. പക്ഷെ ഞാനത് എന്താ പറയുക, നമ്മൾ ആ സെറ്റിൽ നിന്ന് ലൊക്കേഷൻ ആ കാര്യം ചർച്ച ചെയ്തു എന്നല്ലാതെ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. പക്ഷേ സിദ്ദിഖ് അതൊരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു. അത് കോഴിക്കോട്ടുകാരനായ വിനോദനോട് ചോദിച്ചു. വിനോദം ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾക്ക് ധൈര്യമില്ലാതിനാണ് ചമ്മന്തി ഇതാക്കുന്നൊക്കെ എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞത്. പക്ഷേ അത് പറയേണ്ട പോലും ആവശ്യമില്ല. അപ്പം ഞാനത് പറഞ്ഞു. അതാണ് ആ സിറ്റുവേഷൻ അങ്ങനെയാണ് വന്നത്. പക്ഷേ സിദ്ദിഖിൻ്റെ ഈ ഇൻ്റർവ്യൂവിൽ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. അങ്ങനെയായിരുന്നു അവർ പറഞ്ഞത് എടുത്തത്. കാരണം ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ആൾക്കാർ കടപ്പുറത്തുള്ള ആൾക്കാർ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. സാധാരണഗതിയിൽ നമ്മൾ കോഴിക്കോടുള്ള കടപ്പുറത്തൊന്നും അങ്ങനെയൊന്നും ആരും ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം നമുക്ക് അറിയുന്ന ആൾക്കാരും ആ പൾസും നമുക്കറിയാം, നമ്മുടെ നാടും. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മാത്രം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തികൾ അവരല്ല. സിദ്ദിഖ് വളരെ പൊളൈറ്റായിട്ട് എന്ത് രസമായിരുന്നു. പിന്നെ ലാലു എന്ന് പറയുക, ലാലു നല്ലൊരു കോർഡിനേറ്ററും നല്ലൊരു ആർട്ടിസ്റ്റും എല്ലാം ആണത്. അവർ നിങ്ങളെയൊക്കെ കെയർ ചെയ്ത രീതി എങ്ങനെയായിരുന്നു? വളരെ ഫ്രണ്ട്ലിയാണ് കാര്യങ്ങളെല്ലാം. നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. തീർച്ചയായിട്ടും. അത് ടോട്ടൽ അപ്പച്ചൻ്റെ ടീമിൽ അന്ന് വന്ന സമയത്ത് ടോട്ടൽ എനർജി വരുന്നത് ഒരു ബഞ്ചായിട്ടല്ലേ. അതെ, ആ രീതിയാണല്ലോ അവർ കൈകാര്യം ചെയ്യുന്നത്. അവർ രണ്ടുപേരും വരുന്നു, കാര്യങ്ങൾ നടക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പുറത്തുള്ള ആൾക്കാരും നമ്മളവരൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, തോന്നുന്നു എന്നൊക്കെ പറയും. ആ ലൊക്കേഷനിൽ നിന്ന് ഒരു ദിവസം എന്തോ ഭക്ഷണം കിട്ടാൻ ഉച്ചക്കുള്ള ലഞ്ച് ലേശം ലേറ്റ് ആയപ്പോൾ ഞങ്ങളിങ്ങനെ വരിയായിട്ടിരിക്കുക. അപ്പോൾ മുകേഷ് പറഞ്ഞു, ആ വിനോദിനെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് അവൻ ആകെ വയലൻ്റായി നിൽക്കുകയായിരിക്കും. ആദ്യത്തെ ഭക്ഷണം അവന് കൊണ്ട് കൊടുക്കുന്നത് ആഹാരത്തിൻ്റെ കാര്യത്തിൽ. അതൊരു രസം. ആ സിറ്റുവേഷനിൽ വരുന്നൊരു ഹരമാണത് രസം. അപ്പോൾ അവരെല്ലാം കൂടെ അത് അതിന് മാത്രമൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, പ്രശ്നമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് അതൊരു രസമാണ്. ആ സിറ്റുവേഷനിൽ ഇങ്ങനെ വരുമ്പം എന്തെങ്കിലുമൊക്കെ തമാശ പറയുക, ആളുകൾ ഇതാക്കുക, അത് രസമാണല്ലോ. അന്ന് കൂട്ടുകെട്ടിൽ പറഞ്ഞ തമാശകൾ പിന്നീട് സിനിമകളിൽ ഡയലോഗായിട്ട് മാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, അവർ കോമഡി സീൻസുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അതല്ലല്ലോ. അപ്പം അതിനകത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്നൊക്കെ. കാരണം ഇങ്ങനെ വരുന്ന സാധനങ്ങളാണല്ലോ അവർക്കൊരു റോ മെറ്റീരിയലായിട്ട് അവരുടെ കയ്യിൽ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് സാധ്യതയുണ്ട്, ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുള്ളൂ. വേറെ ഒന്നും പറയാൻ അതാണ് കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാർ ഇന്ന് മൺമറഞ്ഞു പോകുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ കവിയൂർ പൊന്നമ്മ. ശരിക്കും ആ അമ്മയുമായിട്ടുള്ളൊരു ബന്ധങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സൗഹൃദങ്ങളൊക്കെ? സൗഹൃദം എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ നിന്നുള്ള കണ്ട പരിചയമല്ലാതെ, ആ ബന്ധമല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. ലൊക്കേഷനിൽ നല്ല ബന്ധങ്ങളായിരുന്നു. ലൊക്കേഷനിൽ കാണാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പം പറഞ്ഞു വിനോദേട്ടൻ അന്ന് വലിക്കുമെന്ന് പറഞ്ഞു.
മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിനോദേട്ടന് വലിയൊരു ദോഷമായിട്ട് എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയാം, ഞാൻ സ്മോക്ക് ചെയ്യുന്ന കാലത്തും ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഇരുന്ന ഒരാൾ സിഗരറ്റ് വലിച്ചാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. മണവും പുകയും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണല്ലോ മറ്റൊരാൾ ഞാൻ സ്മോക്ക് ചെയ്യുമ്പോൾ അനുഭവിക്കുക. അതെ അതെ, ആ ഒരു തിരിച്ചറിവിലൂടെയാണ് ഞാനത് നിർത്തിയത്. അങ്ങനെ നിർത്താൻ പറ്റുമോ ഒരു മനുഷ്യന് പെട്ടെന്ന്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. അത് എബ്രഹാം ലിങ്കൺ പറഞ്ഞു കൊടുത്ത് തന്നെ നിൽക്കുള്ളൂ. എബ്രഹാം ലിങ്കൺ പറഞ്ഞല്ലോ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ വീടില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്താ നിർത്താൻ പറ്റില്ല എന്നാരാ പറഞ്ഞത്? ഞാൻ നിർത്തിയല്ലോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 5 പാക്കറ്റ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആളാണ്. 5 പാക്കറ്റ് വലിക്കുമായിരുന്നു? അതും ചാർമിനാറായിരുന്നു വലിച്ചുകൊണ്ടിരുന്നത്. ആ ടൈമിലൊക്കെ ചാർമിനാറെന്ന് വെച്ച രാജകുമാരനാ. അത് വലിച്ചുകൊണ്ടിരുന്ന ആള്. പിന്നെ എനിക്ക് തോന്നി ഒരു ഫൈൻ മോർണിംഗിൽ എനിക്ക് തോന്നുക സിഗരറ്റ് വേണ്ട. സിഗരറ്റ് ഞാൻ ഇപ്പോഴും വലിക്കാറുണ്ട്, സിറ്റുവേഷൻ റിലേറ്റഡ്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അത് വാങ്ങി വലിക്കേണ്ടി വരും. സിഗരറ്റ് നമ്മളെ തിന്നാല പ്രശ്നമല്ലേ? നമ്മൾ സിഗരറ്റിനെ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ. എന്നാലും ഇത്ര അഡിക്ഷനായിട്ടൊരു വ്യക്തി ഇപ്പോൾ വിഷമം വരുമ്പം ഒരു സിഗരറ്റ് വലിക്കുന്നു, 2 പുക എടുക്കുന്നു, ആ വ്യക്തി പെട്ടെന്ന് ഇത് സഡനായിട്ട് നിർത്താൻ പറ്റുന്നത് എന്തുവാ? എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ സഡനാണ്. ഗ്രാജുവലായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ റിയാക്ഷനും അങ്ങനെ തന്നെയാണ്. ആക്ഷനും റിയാക്ഷനും ഒരേ മാതിരി ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മദ്യപാനം ഉണ്ടായിരുന്നോ? അതിപ്പോഴും ഉണ്ട്, തുടർന്ന് പോകുന്നതേ ഉണ്ട്. ഞാനിപ്പോഴും സാമാന്യം മോശമല്ലാത്ത രീതിയിൽ മദ്യപിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും മദ്യപാനിയല്ല. അതും എനിക്ക് നാളെ നിർത്തണമെന്ന് തോന്നി നിർത്തും. നാളെ നല്ല ഒരാഴ്ച മുമ്പ് കഴിച്ചതാണ്, ഇന്നലെ ഇന്നും ഒന്നും കഴിച്ചിട്ടില്ല. അതൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ എനിക്ക് തോന്നുകയാണ് ഇന്ന് രാത്രി 2 അടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അതേ പെട്ടിയായാലും ആരെ മുമ്പിലായാലും എങ്ങനെയാണെങ്കിലും ഞാൻ അടിച്ചിരിക്കും. ഇത്ര സിനിമകൾ ചെയ്തു, ഞാനൊരു നടനാണ്, എന്നിട്ട് ഞാൻ മദ്യപാനിയാണെന്ന് ഈ പറയുന്നതിൽ തെറ്റില്ലേ? ഞാൻ മദ്യപാനിയാണെന്ന് ആരാ പറഞ്ഞു? അല്ല, മദ്യപിക്കും ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? മദ്യം എൻ്റെ കൺസ്യൂമറിസത്തിൻ്റെ ഭാഗത്തപ്പെട്ടതാണത്. ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ നമ്മുടെ ചരിത്രാതീത കാലം മുതലുള്ള സകല ചരാചരങ്ങളും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ? പിന്നെ ഞാനായിട്ടൊന്നും മാറി നിന്നിട്ട് എന്താ കാര്യം? ഇത്രയും തുറന്നു പറയുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. എൻ്റെ സുഹൃത്തെ തുറന്നല്ലാതെ ഞാൻ എന്തിനാ അടച്ചു വെച്ച് പറയണോ? ഞാൻ ചെയ്ത് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിജക്റ്റ് ഇറ്റ്. അത്രയേ ഉള്ളൂ. ഞാനൊരു മദ്യം കഴിക്കാറുണ്ട്, ഞാൻ മദ്യം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാൾക്ക് ഒരു ഇൻസ്പയർ ചെയ്യുന്നൊരു സാധനമല്ല അത്. ഞാനൊരു ദോഷമായിട്ടൊന്നും ചെയ്യുന്നുമില്ല. ആർക്കും അങ്ങനെയാണ് ഈ ലോകം എന്നോ നന്നായി പോകണ്ടല്ലേ? ഇവിടെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രകടിപ്പിച്ച് നടന്നിട്ടുണ്ട്. ആരെങ്കിലും അതിൻ്റെ ബ്ലോട്ടിംഗ് പേപ്പറുമായിട്ട് എടുത്തുകൊണ്ടേണ്ടോ? ലോകം നന്നാകുന്നതിൽ ഒരു ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നതും വിപരീത. അങ്ങനെയാണ് പിന്നെ നമുക്ക് എങ്ങനെയാ അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? അതെ, അത് പറ്റില്ലല്ലോ. വിനോദേട്ടൻ, ഞാൻ കേട്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യ എൻ്റെ സപ്പോർട്ടും എൻ്റെ ബലവും എൻ്റെ എല്ലാമായിരുന്നു. ഇപ്പോൾ ആള് കൂടില്ല. ശരിക്കും ഈ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറയുന്നത് പോലെ ഈ നമ്മുടെ കൂടുള്ളപ്പം ചേർത്ത് പിടിച്ച സമയത്തെ ഒരു ടൈമിൽ നഷ്ടപ്പെടുമ്പം ചങ്ക് പിടയത്തില്ലേ? തീർച്ചയായിട്ടും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഇപ്പോഴും അത് യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ? ഇത് ജനിച്ച എല്ലാ ചരാചരങ്ങളും അവസാനിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ഞാനായതുകൊണ്ടോ അത് സംഭവിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. സഫർ ചെയ്യാൻ നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. മനുഷ്യനെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാം, മരണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? വൈഫിൻ്റെ മരണം എത്രമാത്രം വിനോദേട്ടൻ എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ ബാധിച്ചിട്ടുണ്ട്? ബാധിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പറയാന്ന് വെച്ചാൽ ഞാനൊരു 70-30 ഇപ്പം 70% അവളും 30% ഞാനുമായിരുന്നതാണ് ഞങ്ങളുടെ 100. നിങ്ങളുടെ ലോകം അതിലിപ്പം 70% വേക്കൻ്റാണ്, വാക്കമാണ്. 30% ഞാനുള്ളൂ. ആ റിയാലിറ്റീനെ ഷോൾഡർ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഈ ശക്തി എവിടെ വിനോദേട്ടാ? എവിടെ? പക്ഷെ ആ ശക്തി ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്. എന്നെ നിർത്തുന്നത് ആ ശക്തി തന്നെയല്ലേ?
അല്ലെങ്കിൽ അവിടെ തീരണ്ടേ രണ്ടും. നമ്മളീ പറയുന്ന എല്ലാ സംഗതികളും ഒന്നിച്ച് ചേർത്തവരിൽ ഒരാൾ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ശക്തിക്ക് അങ്ങനെ ഒരു പവർ ഇല്ലെങ്കിൽ രണ്ടും ഒന്നിച്ച് പോണ്ടേ. ഒരു സീരിയസ് ആയിട്ട് നമ്മളൊരു ബൾബ് കണക്ഷൻ കൊടുത്താൽ ഒന്ന് പോയാൽ ബാക്കി ഒന്നും കത്തൂലല്ലോ, അല്ലേ? കത്തും. ഇലക്ട്രീഷ്യന്മാരുണ്ട് ചോദിച്ചോക്കാറ്, സീരീസ് ചെയ്തിട്ട് ലൈറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൾബ് അതാണ് നമ്മൾ ഈ ഡെക്കറേഷൻ ബൾബുകൾ ഇട്ട് ചില സാധനങ്ങൾ ഇവർ തട്ടിയിട്ട് ടക്കുന്ന അത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയും കൂടെ കത്തും. അതുപോലെ തന്നെയാണ് നമ്മളും. അവർ പോയി എന്നുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റെ മക്കളുണ്ട്, അവർക്ക് ഞാനല്ലേ ഉള്ളൂ. ഇന്ന് ആരൊക്കെയുണ്ട് എവിടെ? വീട്ടില്. എൻ്റെ വീട്ടിലൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാ? ഈ ഒറ്റയ്ക്കുള്ള ജീവിതം എങ്ങനെയുണ്ട് വിനോദേട്ടാ? എൻ്റെ വീട്ടിൽ ആ മുറിയിൽ എൻ്റെ ഭാര്യയുണ്ട്, കിച്ചണിൽ ഭാര്യയുണ്ട്, മുറ്റത്ത് ഭാര്യയുണ്ട്, എല്ലായിടത്തുള്ള. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്പുറം. കാരണം എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചായ വേണം, ആ ചായക്ക് പറയും. ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ഇട്ട് ഞാൻ ചെയ്യും, നീ അവിടെ എന്താക്കടി ചോദിക്കും. ആ ചോദ്യങ്ങൾ ഇപ്പോഴും അറിയാതെ ചോദിച്ചു പോകുന്നുണ്ട്. അവിടെ വാക്കുമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പോവുകയാണ് മുമ്പോട്ട്. പ്രണയവിവാഹമായിരുന്നു? അല്ല, ഒരിക്കലും അല്ല. അറേഞ്ച് മാരേജ് കഴിഞ്ഞുള്ള പ്രണയമായിരുന്നല്ലേ? അത് ചോദിച്ചാൽ പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ എൻ്റെ വൈഫിനെ മാക്സിമം ഹർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹർട്ട് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു ദീർഘനേരത്തേക്കോ അല്ല. എൻ്റെ അപ്പനും സെയിം കേട്ടോ. അമ്മയോട് വഴക്ക് പറയും, ദേഷ്യപ്പെടും, പക്ഷെ ഒത്തിരി സമയത്തേനൊന്നുമില്ല. അതായത് ദേഷ്യപ്പെടൽ അവിടെ കാണും. പക്ഷെ പിന്നീട് ഒരു നഷ്ടമായിട്ട് തോന്നത്തില്ലേ വിനോദേട്ടാ? നമ്മൾ അന്ന് പറയണ്ടായിരുന്നു, അല്ലെ പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് തോന്നത്തില്ലേ? അല്ല, അത് തെറ്റായിപ്പോയി എന്നുള്ളത് ആ പറയുമ്പോൾ പോലും എനിക്കറിയാം തെറ്റാണെന്ന്. പക്ഷേ അവിടെ ഒരു ഭർത്താവ് എന്നുള്ള ഒരു മാസ്റ്റർ കണ്ടേ. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുപഠിച്ചത് പുരുഷൻ പടനായകൻ, ബാക്കിയെല്ലാവരും പടയാളികൾ, അല്ലേ? അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ ഞങ്ങൾ തമ്മിലുള്ള ലൈഫിനകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിനകത്തേക്ക് ഞാൻ എൻ്റെ ഞാൻ കല്യാണം കഴിച്ച ഫസ്റ്റിൽ എൻ്റെ വീട്ടിലെ വന്നുള്ള രാത്രിയിൽ എൻ്റെ റൂമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ഒറ്റ കാര്യം പറയാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിനക്ക് എന്നോടോ ഞാൻ നിന്നോടോ പറയും. മൂന്നാമതൊരാൾ വേണ്ട. മൂന്നാമതൊരാൾ അതിലില്ല. മാത്രമല്ല ഈ ഡോറിൻ്റെ പുറത്ത് വരെ അതിനുള്ള എൻട്രി കൊടുക്കുള്ളൂ, ഇതിനകത്തോട്ട് കടത്താൻ പാടില്ല. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമാണ്. അത് വഴക്കുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം, പിണക്കുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ ഇതിനകത്ത് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മുടെ മാത്രമുള്ള ലോകമാണ്. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? ഇന്ന് ഒരുപാട് ആളുകൾ പ്രണയിക്കുന്നു, ചതിക്കപ്പെടുന്നു, തേപ്പുകൾ സംഭവിക്കുന്നു. ഇന്ന് സ്നേഹബന്ധത്തിനൊരു വാല്യൂ ഉണ്ടോ? ഒന്ന്. രണ്ട്, ഈ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മ ഉൾപ്പെടെ, പ്രണയിക്കുമ്പോഴുള്ള പ്രണയമല്ല വിവാഹം കഴിയുമ്പോൾ. തികച്ചും വ്യത്യസ്തമാണോ? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രണയിക്കുമ്പോഴുള്ള പ്രണയമല്ല വിവാഹം കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളും ഭാവനകളും ഉണ്ട്. പ്രണയ ലോകത്തിൽ നമ്മൾ കിടക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഭാവനയുടെ ലോകത്തിലാണ്. അവിടെ യാഥാർത്ഥ്യമില്ല. യാഥാർത്ഥ്യത്തിലൂടെ ഈ ഭാവനയും കൂടെ ഇറങ്ങി വന്നാൽ അവിടെ ക്ലാഷാണ് സംഭവിക്കുക, സംഘർഷം. അപ്പോൾ ഈ റിയാലിറ്റി എവിടെ വരും? അപ്പം മിണ്ടായിരിക്കേണ്ടത് മിണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. ഞാൻ ഉടനെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അല്ല, ചെയ്തേ പറ്റൂ. കാരണം നമ്മളെല്ലാം ഭാവനേൻ്റെ ആൾക്കാരാണ്. പൊതുവേ കലാകാരന്മാർ എന്നാണ് ഭാവനാശാലികളാണെന്നാണ് എല്ലാം പറയുന്നത് എല്ലാവരും. ഈ ശാസ്ത്രജ്ഞന്മാരും എല്ലാവർക്കും ഭാവനയില്ലെങ്കിൽ ഒരു മനുഷ്യനും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഭാവനയിലൂടെയാണ് ഓരോ കാര്യങ്ങൾ രൂപാന്തരപ്പെടുന്നതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതും പുതിയതിലേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ ഭാവനയിലൂടെ. ആ ഭാവന തന്നെയാണ് നമ്മൾ വിവാഹം കഴിച്ചൊരു പെണ്ണിൻ്റെ കൈപിടിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് നമ്മൾ ഭാവനയെ കാണുക. ഇത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തേതിൽ തന്നെ അത് ആദ്യത്തെ ആ സാധനം ബ്രേക്ക് ചെയ്തു. പ്രണയിക്കുമ്പോൾ ഒരു ഭാവനയും കെട്ടിക്കഴിയുമ്പോൾ ഇല്ല. ഇത് ആ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ റിയൽ ഫാക്റ്റ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ.
നമ്മളല്ലെങ്കിൽ പിന്നെ അതാരാ ഷെയർ ചെയ്യുക? അതെ. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം അടുത്ത വീട്ടിലുള്ള ഒരാളോട് പോയിട്ട് അയാൾക്ക് എങ്ങനെ കോംപ്രമൈസ് ചെയ്യാനല്ല, എങ്ങനെ അത് ഷെയർ ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് രണ്ടും പേരും തന്നെ തീരുമാനിക്കണം. ഈ ജീവിതത്തിൽ ഒരാൾ കേട്ടിരിക്കാനുള്ളത് നല്ലതാണോ മോശമാണോ? തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ വേറെ ഉണ്ട്, അയാൾക്ക് റിയാക്ഷനും കൂടി ഉണ്ടാവണം. വെറും പൊട്ടനെ പോലെ കേട്ടിരുന്നത് ശ്രോതാവും മാത്രമായ പോരാ, ചോദ്യങ്ങൾ അവിടെ നിന്നും കൂടി വരണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിർത്തിയിട്ട് ആ ചോദ്യം അവിടെ ആ സാധനം വരാൻ കാരണം എങ്ങനെയാണ്, അങ്ങനെയാണ് ഇങ്ങനെ വന്നാൽ പോരെ എന്നുള്ള ചോദ്യം വന്നാലേ ഉള്ളൂ ഞാൻ അല്ലെങ്കിൽ എൻ്റെ സൃഷ്ടി ആ സാധനം ജെനുവിൻ ആവുള്ളൂ. 100% പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ആരുമില്ല, ഒരു മനുഷ്യരുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ സംശയങ്ങൾ വരുമ്പോഴും ഈ ചോദ്യങ്ങൾ വരുമ്പോഴും ചില ഉപദേശങ്ങൾ കേൾക്കുമ്പോഴൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതാണ് പറയുന്നത്, വീട്ടിൽ കാർന്നോമ്പരുണ്ടെങ്കിൽ അവർ പറയും എടാ അത് നിങ്ങൾ രണ്ടുപേരും കൂടി ആ മുറിൻ്റെ അകത്ത് അവിടെ നിങ്ങൾ എന്തെങ്കിലും എന്തിനാ നാട്ടുകാരെ കേൾപ്പിക്കുന്നത്? തീർന്നില്ലേ? ഒച്ച വെക്കുവാണെങ്കിൽ 4 ചുവരിനകത്ത് ഉള്ളിലോട്ട് പുറത്ത് വേണ്ട. ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? നമ്മളിത് ഒച്ചയിട്ട് സംസാരിക്കാൻ പാടുള്ളതല്ല, ഈ കാര്യം മൂന്നാമതൊരാൾ അറിയേണ്ട കാര്യമല്ല കിട്ടിയില്ല. അതെ. അപ്പം നമ്മളത് തന്നെയല്ലേ വേണ്ടത്. അവിടെയല്ലേ നമ്മളെ ലൈഫ് ഒരു ബ്ലോട്ടിംഗ് പേപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. ഇതാണ് ഇപ്പോൾ ഇത്രയും എനിക്കിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലൂടെ വന്നത് കൊണ്ടാണ്. അല്ലാതെ ഒരാളെ കേട്ടുകേൾവിയാണെങ്കിൽ എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റില്ല. വിനോദേട്ടൻ ഇപ്പം ജീവിതത്തിൽ ഒരു 100 ഗ്രാഫ് എടുക്കുക, അതിൽ വിനോദേട്ടൻ സക്സസ് ആയി മനസ്സുകൊണ്ട് ഓക്കെ ആകുന്ന എത്ര ഗ്രാഫിൽ എത്താൻ പറ്റും? ഞാൻ ഏകദേശം എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് എൻ്റേതായിട്ടുള്ള അച്ചീവ്മെൻറ്റിൻ്റെ ഒരു 70 to 80% വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അത് ആരോടും പറയുകയാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും കാര്യത്തിനകത്ത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്യത്തിൻ്റെ ഗ്യാപ്പ് എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ അച്ചീവ്മെൻറ്റിൽ നിൽക്കുമ്പോൾ പോലും. കാരണം ഈ ഒരു സാധനം കൂടെ ഉണ്ടാകുമ്പോഴല്ലോ ഞാൻ ഇവിടേക്ക് എൻ്റെ ഗ്രാഫും കൂടെ കയറുള്ളൂ, ഒരു പൂർണ്ണത വരത്തുള്ളൂ. കാരണം ആ കാലഘട്ടത്തിലൊന്നും ഞാൻ സിനിമയ്ക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഞാൻ വരുമ്പോഴേക്കും ഞാൻ രാവിലെ പോകട്ടെ എറണാകുളത്തേക്ക് ടാക്ക് ഒന്നും പറയില്ല, കേട്ട് അവിടെ ഞാൻ പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പുലർച്ചെ ഞാൻ എഴുന്നേൽക്കുന്നു, പോകുന്നു. പിന്നീടാണ് ഞാൻ ആലോചിക്കുക ഇവൾക്ക് ഓഫീസിൽ പോകണം, പിള്ളേരെ രണ്ടാമത്തെ സ്കൂളിൽ വിടണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാവം ഓഫീസിൽ പോകും. അപ്പോൾ അത് കഴിഞ്ഞതൊന്നുകൊണ്ട് അത് അന്ന് അവിടെ അങ്ങനെ ചെയ്യാൻ ഒരാളുണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ അച്ചീവ്മെൻറ്റിലേക്ക് ഞാൻ എത്തിയത്. അതെ, അല്ലാതെ എനിക്കെത്താൻ പറ്റില്ല. തിരിഞ്ഞു നോക്കാൻ ആരുമില്ലെങ്കിൽ നമുക്ക് മക്കളെ നോക്കാനേ പറ്റൂ. അതാണ്. മാത്രമല്ല എൻ്റെ ലൈഫിൻ്റെ ആ സ്പാൻ മാറി. പിന്നെ ഒന്നുകിൽ എനിക്ക് കുടുംബത്തോടൊപ്പം ഇത് കൊണ്ടു നടക്കാൻ പറ്റിയത് അവളുണ്ടായിരുന്നോടാ, ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കിത് രണ്ടും ഉണ്ടായി. അത് വലിയൊരു കാര്യം തന്നെ അല്ലേ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്തിരി അഹങ്കാരത്തോടു കൂടി തന്നെ പറഞ്ഞു ഞാനിപ്പോഴും ആ കാര്യത്തിൽ എന്താ പറയുക ഒരു ലക്കി ഗൈ ആണെന്ന്. ചില കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, സംഭവിച്ചൊന്നും കുഴപ്പമില്ല. വിനോദേട്ടൻ ഇപ്പം മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഒരുപാട് ആളുകൾ വരുന്നു. ശരിക്കും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന സ്ത്രീകളുമായിട്ടുള്ള കാര്യങ്ങൾ സിനിമകളിൽ മാത്രമല്ല സംഭവിക്കുന്നത്, പല ഓഫീസുകളിൽ സംഭവിക്കുന്നുണ്ട്, സ്കൂൾ കോളേജുകളിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ഈ സിനിമ ആൾക്കാരെ അല്ല സിനിമ നടന്മാരെ ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതോടൊപ്പം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിനോദേട്ടൻ എന്ന് പറയുന്ന വ്യക്തി വില്ലനാണെങ്കിൽ തിയേറ്ററിൽ പോകുന്നു, വില്ലൻ കഥാപാത്രത്തെ കാണുന്നു. പുറമെയുള്ള വിനോദേട്ടൻ എങ്ങനെയാണെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല, വിനോദേട്ടൻ്റെ ചോയ്സ് അല്ലേ. എന്നിട്ടും ഈ നടന്മാരെ മാത്രം കുറ്റപ്പെടുത്താനുള്ള കാരണം എന്തുവാ? അല്ലെങ്കിൽ നിങ്ങളുള്ള കാലഘട്ടത്തും ഹേമ കമ്മിറ്റി ഉണ്ടോ? ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിട്ടയർഡ് ജഡ്ജ് അത് അന്വേഷിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി എന്ന് പേര് വന്നത്. ഈ പറഞ്ഞ പരിപാടികൾ ലോകം ഉണ്ടായ മുതൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലോകം അവസാനിക്കുന്നവരെ ഇത് തുടരുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സിനിമ മാത്രം പുതുമയല്ല. ഇതെന്ത് കാര്യം? പുരുഷനും സ്ത്രീയും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ
അവർക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ബിഹേവ് ചെയ്യാനും എന്താ പറയുക ഒന്നിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഒരു ലിമിറ്റേഷൻ വരുന്നത്? ആരെങ്കിലും പറഞ്ഞു എന്നെ അങ്ങനെ ഹറാസ് ചെയ്താണ് ബൈ ഫോഴ്സ് അങ്ങനെയാണെന്ന് പറഞ്ഞാലല്ലേ നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. ഇല്ലാത്തടത്തോളം എങ്ങനെയാ പറ്റുക? ഇത് എത്രയോ എന്നോ ഒരു കാലത്ത് എന്തോ ഒന്ന് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്ത് പോയതല്ലേ. പിന്നെ അത് 7-8 കൊല്ലം മുമ്പ് നടക്കുന്നതാണ് ഇപ്പം പറയുന്നത്. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അതെന്താണ് അതിന്റെ അർത്ഥം? അന്ന് സമ്മതം, ഇന്ന് കേസായിട്ട് മാറുമ്പോൾ സമ്മതമില്ല, പീഡനം. ഇന്ന് വിസമ്മതം പിന്നീട് വന്നു, അത് പീഡനമായി. ഈ പീഡനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിനോദേട്ടൻ തന്നെ പറഞ്ഞു. ആ എക്സ്പീരിയൻസ് അല്ല, ഇത്രയും നടത്തിയതായതുകൊണ്ട്. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് അതിലില്ല. ഈ പീഡനം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവരുടെ മാനസികമായ ശാരീരികമായ ബുദ്ധിപരമായിട്ട് എന്തോ തരത്തിൽ നമ്മളവരെ എന്താ പറയുക വേദനയോടുകൂടി വേദനിപ്പിച്ചിട്ട് മരണതുല്യമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് പീഡനം എന്ന് പറഞ്ഞാൽ. അതെ, ഇതാണോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? പീഡനം എന്ന് വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പരിമിതമായ അറിവുകളിലൂടെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത്. ഞാൻ അത് തെറ്റാണെങ്കിൽ ഞാൻ നമുക്ക് പുതിയ അർത്ഥം കണ്ടുപിടിക്കാം, എല്ലാം തിരുത്താം, അത്രേ ഉള്ളൂ. അപ്പൊ വിനോദേട്ടനുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോ എല്ലാം ഇപ്പോഴും നടക്കുന്നില്ല. നമ്മളിപ്പോ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് ചിലപ്പോൾ തൊട്ടടുത്ത ഏതോ ഒരു മുറിയിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സത്യം അല്ലേ? അത് ആർക്കും നിർത്താൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ഒന്നും സൃഷ്ടിക്കല്ലായിരുന്നു അല്ലേ? തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരേ കാറ്റഗറി പോലെയായിരുന്നു അല്ല, എന്തിനാണ് ഡിഫറെൻ്റ് ആയിട്ട് നടന്നു വെച്ചത്? അപ്പം യൂണിവേഴ്സലിൻ്റെ യൂണിവേഴ്സൽ സർവൈവൽ ഇതിലൂടെ തന്നെയാണ്. പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് ഉണ്ടായേ പറ്റൂ. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നിൽക്കുമോ? ഇല്ല. ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് എന്തിനാ പോകേണ്ട ആവശ്യം? സ്ത്രീയും പുരുഷനും ഒന്നിച്ച് കൂടുമ്പോൾ ഉണ്ടാവുന്നൊരു റിലാക്സേഷൻ രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുക ഒരു സോറോഫുൾ സ്റ്റോറി ആക്കുന്നത് എന്തിനാ? എന്നാലും വിനോദേട്ടനാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പം ഞാൻ ഒരു സ്ത്രീ, വിനോദേട്ടനൊരു പുരുഷൻ, നമ്മൾ സമൂഹത്തോടെ സെക്സിൽ ഏർപ്പെടുന്നു, എനിക്ക് വിനോദേട്ടനിൽ നിന്ന് കാര്യം സാധിച്ചില്ലെന്ന് അറിയുമ്പം ഞാൻ കേസ് കൊടുക്കുന്നു. അവിടെ സ്ത്രീ എന്ന് എൻ്റെ പേര് വരുന്ന ഇരയെന്നും വിനോദേട്ടൻ്റെ കുടുംബചരിത്രം, മക്കളുടെ പേര്, മോൻ്റെ പേര് എല്ലാം വരുന്നു. മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വിനോദേട്ടനാണ് ശരിയെന്നും ഞാൻ തെറ്റുകാരി എന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാണം കെടുന്നത് ഒരു പുരുഷനല്ലേ? പുരുഷനല്ല, അവിടെ മാധ്യമങ്ങളെ നാണം കെടണ്ടേ. മാധ്യമം എന്ന സാധനത്തിന് നാണം ഉണ്ടെങ്കിൽ അവർക്കാണ് നാണക്കേട് ഉണ്ടാവേണ്ടത്. കാരണം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പെറുക്കി കൊണ്ടുവന്നൊക്കെ അവരല്ലേ. അതെ. അപ്പം നാണം കെടേണ്ട ആരാ? അവരാണ്. അല്ല, പുരുഷന് സ്ത്രീയൊന്നില്ല. പുരുഷൻ എന്നുള്ള വ്യക്തി ഞാനൊരു വിക്ടിം മാത്രം, ഒരാൾ മാത്രമാണ്. ഈ മാധ്യമം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൂടി നിന്നിട്ട് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ടോർച്ചർ ചെയ്യുന്നത് അല്ലേ? അപ്പം നാണം കെടേണ്ട ആരാ? എന്നിട്ട് ആരോടെങ്കിലും ഒരു ഇതായിട്ടുണ്ടോ അന്ന് ഞങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തതോ തെറ്റിപ്പോയി ആരും പറഞ്ഞിട്ടുണ്ടോ? 2 വരി വരും. അത് ഇത്രയും വലിയ ഫോട്ടോയിൽ വരുമ്പം ഇത് ഇത്രയും ആവും. ഇത്തിരി അതും കാണാൻ പോലും പറ്റില്ല സ്ക്രീനിൽ. ആ രീതിയിലാണ് വരിക. അതിനൊരു മാറ്റം വരുമോ വിനോദേട്ടൻ? ആര് വരുത്തണം? നമ്മൾ വരുത്തണം. നമ്മൾ എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ പീപ്പിൾ, ഞാൻ ഉൾപ്പെടെയുള്ളവർ വരുത്തണം. ഇത് പറ്റുള്ളൂ. ഞാൻ ഒരുപാട് ആൾക്കാർ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ക്ലിയർ നോട്ടായിട്ട് ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ വിനോദേട്ടൻ പറഞ്ഞു. ഞാനൊരു പച്ച മനുഷ്യനല്ലേ, ഞാനൊരു എന്താ പറയുക ഒരു റോബോട്ടൊന്നല്ല. എനിക്ക് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരുത്തൻ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ച് വിളിച്ചിരിക്കും. കാരണം എൻ്റെ റിയാക്ഷൻ അങ്ങനെയാണ്. ആക്ഷൻ റിയാക്ഷൻ ഉണ്ടാവണം. ഇല്ല പിന്നെ ഞാൻ അവിടെ ഇല്ല, ഞാനൊരു സ്റ്റാച്യു ആയിപ്പോയില്ലേ. ഇത്രയും നാളും ഞങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങൾക്കും ഇത്രയും നേരം ഞങ്ങളുടെ ചാനലിന് വേണ്ടിയും എന്നോടൊപ്പം സന്തോഷമായിട്ട് നല്ല അറിവുകൾ പകർന്നു തന്നതിലും ഞങ്ങളുടെ വക ചെറിയൊരു സമ്മാനമുണ്ട്. തരട്ടെ? എന്താണോ ദൈവമേ, ഈ എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ യൂസ്ഫുൾ ആണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ജീവിതാനുഭവങ്ങളും മാത്രം കൊടുത്തിരുന്നത് ചെറിയൊരു കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ഇതുപോലെ പച്ചയായി സംസാരിക്കുന്ന പച്ചയായ മനുഷ്യനെയാണ് വേണ്ടത്. അതിനുവേണ്ടി തരുമോ ഞങ്ങൾ?
എന്താ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിന് തരുന്നോടൊപ്പം തന്നെ എനിക്ക് പേടിയാണെന്ന് പറയാം. അയ്യോ എന്തോ തരുവാന്ന്. എന്താ തരുന്ന എന്താ തരുന്നെന്നുള്ളത് അല്ലേ? വിനോദേട്ട, ഒരിക്കൽ കൂടി ഞങ്ങൾ മലയാളികൾക്കും എനിക്കും ഞങ്ങളുടെ ചാനലിനും നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചതിലും ഒത്തിരി നേരം സമയം പോയി അറിഞ്ഞില്ല കേട്ടോ. എനിക്കതല്ല, നിങ്ങൾ എനിക്കൊരു സാധനം തരാമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ആ ക്യൂരിയോസിറ്റി എന്നിൽ നിൽക്കുന്നത് അത് എന്താണെന്നുള്ളത്. ഓ നമസ്കാരം, ആയിക്കോട്ടെ. വിനോദേട്ട, ദൈവം 100 വയസ്സ് വരെ ആയുസ്സും ആരോഗ്യം തരട്ടെ. താങ്ക് യു, ഉണ്ടാവട്ടെ. Thank you. ആരോഗ്യവാനായി നിൽക്കണം, ആരോഗ്യവാനായി നിൽക്കട്ടെ. ഇനിയും സിനിമകൾ അടിച്ചടിച്ച് കേറി വരട്ടെ. ഓക്കെ, ആവട്ടെ. നിങ്ങളുടെ നാക്ക് പൊന്നായി മാറട്ടെ. അപ്പൊ ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നുകൂടി ഇരിക്കും തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരോടും താങ്ക് യു വിനോദ്. താങ്ക് യു എല്ലാവരോടും താങ്ക് യു.